ചിന്ത നമ്മളെ കുത്തി നോവിക്കാറില്ലേ? എല്ലാം തീർന്നെന്ന് വിചാരിച്ച ഹൃദയം വീണ്ടും ഒന്നു ചേരാൻ വെമ്പൽ കൊള്ളുമ്പോൾ അതിൻ്റെ പിന്നിലെ ആ മനസ്സിൻ്റെ യാത്രയെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? തകർന്ന പാലത്തിലൂടെ വീണ്ടും നടക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണിത്. വെൽക്കം ടു മൈ ചാനൽ ദ ഡെയിലി സ്പീക്കിംഗ് ട്രീ. അനു എന്ന പെൺകുട്ടി ഒരു ബന്ധം അവസാനിപ്പിച്ച ശേഷം ഏറെ ദുഃഖത്തിലായിരുന്നു. അവളുടെ മനസ്സിൽ നിരാശയും കുറ്റബോധവും നിറഞ്ഞിരുന്നു. ആദ്യ ദിവസങ്ങളിൽ അവൾ പലതവണ കരഞ്ഞു. എന്താണ് തെറ്റായത് എന്ന് ചിന്തിച്ച് സ്ലോലി അവൾ തൻ്റെ മനസ്സിലുള്ള ഈ വേദനയെ അംഗീകരിക്കുവാൻ തുടങ്ങി. അവൾ സ്വയം കരുതലോടെ പെരുമാറി, തെറ്റുകൾ മനസ്സിലാക്കി അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചു. കാലം കഴിഞ്ഞപ്പോൾ അനു തൻ്റെ ജീവിതത്തിലേക്കും സ്വപ്നങ്ങളിലേക്കും കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാൻ തുടങ്ങി. അവൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കുവാൻ തുടങ്ങി. പഴയ സുഹൃത്തുക്കളെ കാണാൻ പോയി. പുതിയ ഹോബികൾ പരീക്ഷിച്ചു. മുൻ ബന്ധത്തിൽ എന്താണ് ശരിയായി പോയതും തെറ്റായി പോയതും എന്നൊക്കെ ആലോചിക്കുവാൻ തുടങ്ങി. അതിലൂടെ അവൾക്ക് ആത്മവിശ്വാസവും സ്വാതന്ത്ര്യവും തിരിച്ചു കിട്ടി. അങ്ങനെ അവൾ ആ ഡിപ്രഷനിൽ നിന്ന് പുറത്തു വരുവാൻ തുടങ്ങി. പുതിയ ഉത്സാഹത്തോടെ അനു തൻ്റെ ജീവിതം വീണ്ടും പുനർനിർമ്മിച്ചു. അവൾ പുതിയ കാര്യങ്ങളിൽ പങ്കെടുത്തു. കുടുംബത്തോടും സുഹൃത്തുക്കളോടും കൂടുതൽ സമയം ചെലവഴിച്ചു. ഈ സമയത്ത് അവൾക്ക് മനസ്സിലായി പഴയ ബന്ധത്തിൽ തിരിച്ചു പോകുന്നതാണ് നല്ലതെന്ന്. എന്നാൽ ഈ ഒരു തിരിച്ചറിവ് ഒരു ഒറ്റപ്പെടലിൻ്റെ ഫലമായിരുന്നില്ല, മറിച്ച് വളർച്ചയുടെ ഭാഗമാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ തൻ്റെ മുൻ കൂട്ടുകാരനുമായി വീണ്ടും ബന്ധപ്പെടാൻ തീരുമാനിച്ചു. ഈ തവണ അനു മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ടായിരുന്നു, പഴയ തെറ്റുകൾ തുറന്ന് സംസാരിക്കുവാനും പുതിയ രീതിയിൽ മുന്നോട്ട് പോകുവാനും ഇരുവരും തയ്യാറായിരിക്കണം. അവളുടെ ഈ യാത്രയിലൂടെ അനു കൂടുതൽ മനസ്സുറപ്പും പക്വതയും നേടിയ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു. പഴയ മുറിവുകൾ മറക്കാതെ പുതിയ ആത്മവിശ്വാസത്തോടെയും മനസ്സ് തുറന്ന സമീപനത്തോടെയും വീണ്ടും ചേർക്കപ്പെടുന്ന ഹൃദയങ്ങൾ. ഇതല്ലേ മനുഷ്യബന്ധങ്ങളുടെ യഥാർത്ഥ സൗന്ദര്യമെന്ന് പറയുന്നത്? പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ സൂ ജോൺസന്റെ ഇമോഷണലി ഫോക്കസ്ഡ് തെറാപ്പി എന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു: ആഴത്തിലുള്ള ബന്ധങ്ങൾ പുനർനിർമ്മിക്കാൻ ആദ്യം വേണ്ടത് പരസ്പര ഇടപെടലുകളിൽ ഉണ്ടായിരുന്ന നെഗറ്റീവ് എനർജി തിരിച്ചറിയുകയും അതിനെ മാറ്റുകയും ചെയ്യുക എന്നതാണ്. അതുപോലെ ഗോട്ട്മാൻ തിയറിയിൽ പറയുന്നത് പോലെ വിശ്വാസവും പ്രതിബദ്ധതയും ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനമാകുമ്പോൾ സ്നേഹവും ബഹുമാനവും പങ്കുവയ്ക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. മനഃശാസ്ത്രപരമായി നമ്മുടെ ബാല്യകാല ബന്ധങ്ങൾ അല്ലെങ്കിൽ ബാല്യകാല അനുഭവങ്ങൾ പോലും ഇന്ന് നമ്മൾ എങ്ങനെ ബന്ധങ്ങളെ കാണുന്നു എന്നതിനെ സ്വാധീനിക്കുന്നുവെന്ന് ഒബ്ജക്റ്റ് റിലേഷൻസ് തിയറി സൂചിപ്പിക്കുന്നു. അതിനാൽ തന്നെ പഴയ ബന്ധത്തിലേക്ക് മടങ്ങിപ്പോകുന്നവർ ഒന്ന് ആലോചിക്കുക. ഓരോ വ്യക്തിയും സ്വന്തം അതൃപ്തികളും അതുപോലെ ആശങ്കകൾക്കും ആഗ്രഹങ്ങൾക്കും കൂടുതൽ തിരിച്ചറിവോടെ സമീപിക്കുമ്പോഴാണ് യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത്. ഈ രീതിയിൽ പുതിയ ബന്ധം പഴയതിൽ നിന്ന് വളരെ വ്യത്യസ്തമാക്കി വളരെ സൗന്ദര്യപ്രദമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം ഇപ്പോഴത്തെ തിരിച്ചറിവും മാനസിക വളർച്ചയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കാണുന്നത്. അതിനാൽ മനഃശാസ്ത്രജ്ഞർ പറയുന്നത് പോലെ ബന്ധം പുനർനിർമ്മിക്കാൻ ധൈര്യവും തുറന്ന സംഭാഷണവും പരസ്പരം മനസ്സിലാക്കലും വളരെ അനിവാര്യമാണ്. അവസാനമായി ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യബന്ധങ്ങൾ എത്രയേറെ തകർന്നാലും അതിനെ പുനർനിർമ്മിക്കാൻ മനസ്സും ശ്രമവും ഉണ്ടെങ്കിൽ അതിൽ പുതിയ അർത്ഥങ്ങളും സൗന്ദര്യവും കണ്ടെത്താൻ കഴിയും. ഓരോ തിരിച്ചറിവും ഓരോ മടങ്ങിവരവും നമ്മളെ കൂടുതൽ പക്വരാക്കുന്ന ഒരു യാത്രയാണ്. അതിൽ നിന്നാണ് യഥാർത്ഥമായ ബന്ധങ്ങളുടെ ശക്തിയും പുതുമയും ഉദയമാകുന്നത്.